ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് ഉണക്കച്ചെമ്മീനും ചിരക്കയും വറുത്തരച്ച് വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ചിരക്ക കഴുകി ചെറിയ പീസാക്കി വൃത്തിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉണക്കച്ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയൊക്കെ മാറ്റിയതും കുറച്ചും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേമാതിരി ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഇത് മൂടി വെച്ച് നമുക്ക് വേവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് അരപ്പിനായിട്ട് നമുക്ക് നാളികേരം, കറിവേപ്പിലയും ഒരു 2 ചുവന്നുള്ളിയും കൂടിയും അതിൽ ചേർത്തിട്ട് നമുക്ക് വറുത്ത് എടുക്കാം. നാളികേരമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് നമുക്കിത് അരച്ച് മാറ്റി വയ്ക്കാം. ചിരക്കൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച അരപ്പ് അതിലേക്ക് കലക്കി ആവശ്യത്തിനുള്ള ചാറിന് പാകത്തിനുള്ള വെള്ളം കൂടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് കാച്ചി എടുക്കാം. ഒരുപാട് ചാറാക്കി നമ്മൾ എടുക്കില്ല, ഒരു കുറുതായിട്ടാണ് ഇരിക്കുക കറി. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടി ഒഴിക്കുക. ഈ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. അതിനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മതി, കാണാൻ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.